നിൽക്കുന്നത് കൊച്ചിയിലെ വരാപ്പുഴ അതിരൂപത ആസ്ഥാനമായ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. ഇവിടെ അല്പസമയത്തിനകം പാതിരാ കുർബാന ചടങ്ങുകൾ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള കരോഗാനങ്ങളാണ് ഇപ്പോൾ പശ്ചാത്തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം ഇവിടെ നല്ലൊരു മനോഹരമായൊരു ക്രിസ്മസ് ട്രീ സജ്ജീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാണ്. അത് ആ ഒരു ട്രീയെ എത്രത്തോളം കലാപരമായി മികച്ചതാക്കാം എന്നുള്ളതാണ് ആ ട്രീ കാട്ടിത്തരുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു പുൽക്കൂടും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പുൽക്കൂടൊക്കെ ഏവരെയും ആകർഷിക്കുന്നതാണ്. വലിയൊരു പുൽക്കൂടാണ്. ആൾക്കാരൊക്കെ വന്ന് അതങ്ങ് കണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. കുട്ടികൾക്കും പ്രായഭേദവിന് എല്ലാവർക്കും വളരെ ആകർഷണം നൽകുന്നൊരു പുൽക്കൂടാണ്. അല്പസമയത്തിനകം ഈ പാതിരാ കുർബാനയുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് പാതിരാ കുർബാന നടക്കുന്നത്. ഇപ്പോൾ മെത്രാപ്പൊലീത്തയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചാനയിക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളിക്കാർ പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. അവർ പുറത്തേക്ക് പോയി മെത്രാപ്പൊലീത്തയെ സ്വീകരിച്ചുകൊണ്ട് വരും. അതിനുശേഷം ഇവിടെ വന്ന് ഈ പുൽക്കൂട്ടിൽ തിരുരൂപം വെക്കും. അതോടുകൂടിയാണ് പാതിരാ കുർബാനയ്ക്ക് തുടക്കമാകുന്നത്. 11:30-ക്കാണ് തിരുപ്പിറവിയുടെ ഭാഗമായിട്ടുള്ള ഉണ്ണിയേശുവിനെ ഈ പുൽക്കൂട്ടിൽ വയ്ക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പള്ളിക്കാർ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അനയിച്ച് കൊണ്ടുവരുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും.